എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വേടനെ കുറിച്ച് ഇതുവരെ നമ്മൾ വീഡിയോ ആയിട്ട് ഒന്നും ചെയ്തിട്ടില്ല, പക്ഷേ ഷോർട്സ് ധാരാളം ഇട്ടിട്ടുണ്ട്. അതിന് താഴെ വരുന്ന ജാതി മതം രാഷ്ട്രീയം പറഞ്ഞിട്ടുള്ള കമൻസ് അതൊന്നുകൊണ്ട് മാത്രമാണ് ഇപ്പോൾ ഇങ്ങനൊരു വീഡിയോ ഇടുന്നത്. ഈ വീഡിയോയിൽ ഒരു പാർട്ടിയെയും ഞാൻ വലിച്ച് ഇടുന്നില്ല. എൻ്റെ അഭിപ്രായങ്ങൾ, ഞാൻ എന്തുകൊണ്ട് വേടനെ ഇഷ്ടപ്പെട്ടു എന്നുള്ളതിനെക്കുറിച്ച് എൻ്റെ കുറച്ച് അഭിപ്രായങ്ങൾ മാത്രമാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ആരാണ് റാപ്പ് സിംഗർ വേടൻ? എന്താണ് അദ്ദേഹത്തിൻ്റെ ബാക്ക്ഗ്രൗണ്ട്? ലക്ഷക്കണക്കിന് ജനങ്ങളുടെ മുന്നിൽ വേടൻ തന്നെ എടുത്ത് പറഞ്ഞിട്ടുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ബാക്ക്ഗ്രൗണ്ട്. അല്ലാതെ ന്യായീകരണങ്ങൾ കൊണ്ട് വേണമെങ്കിൽ എല്ലാം തേച്ച് മായ്ച്ച് കളയാവുന്നതേ ഉള്ളൂ. അങ്ങനെ ചെയ്തിട്ടില്ല. തെറ്റ് ചെയ്യാത്തവരായി ആരും തന്നെ കാണില്ല. അഥവാ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ അവരത് അംഗീകരിക്കുകയില്ല. കുബുദ്ധിയും ന്യായീകരണങ്ങളും കൊണ്ട് സ്വന്തം തെറ്റിനെ മറച്ചു വെക്കുന്ന ഇന്നത്തെ കാലത്ത് ചങ്കൂറ്റത്തോടെ എൻ്റെ മോശം പാസ്റ്റ് ആരും ഇൻഫ്ലുവൻസ് ആവരുത് എന്ന് എത്ര പേർക്ക് പറയാൻ കഴിയും? വേടൻ അത് ലക്ഷക്കണക്കിന് ജനങ്ങളുടെ മുന്നിൽ പറഞ്ഞു. തടവറയിൽ തളയ്ക്കപ്പെടേണ്ട വേടൻ ഇന്ന് പാഠപുസ്തകത്തിൽ ഇടം പിടിച്ചിട്ടുണ്ടെങ്കിൽ അതിന് ഒരേ ഒരു റീസൺ ഉള്ളൂ. ജീവനുള്ള വരികൾ എഴുതിയ രാജകുമാരനാണ് വേടൻ. ഒന്നുകൂടി വ്യക്തമായി പറഞ്ഞാൽ, ജനങ്ങൾ കൈപിടിച്ചുയർത്തിയ, ലക്ഷക്കണക്കിന് ജനങ്ങൾ കൈപിടിച്ചുയർത്തിയ വരികളുടെ രാജകുമാരനാണ് വേടൻ. എന്നെ പെറ്റല്ലോ കല്ലുപോലൊരുത്തി, അവളുടെ ഉദരത്തിൽ നിന്നും ഉരുവെടുത്തത് പരുത്തിയല്ലല്ലോ എരിക്കും തീ. ശരിക്കും തീയാണ് വേടൻ. വേടൻ്റെ ഓരോ വരികളിലും അഗ്നി, തിളച്ച് മറിയുന്ന അഗ്നി നമുക്ക് കാണാൻ കഴിയും. വേടൻ്റെ ഓരോ വരികളിലും വേദനകൾ മാത്രം അല്ല പ്രതിഫലിക്കുന്നത്, പ്രതിഷേധത്തിൻ്റെ ഒരു ശബ്ദം ആണ് വേടൻ്റെ വരികൾ. ഹിരൺദാസ് മുരളി എന്നാണ് വേടൻ്റെ യഥാർത്ഥ പേര്. ഒരു കോളനിയിൽ ജനിച്ചു വളർന്ന വളരെ സാധാരണക്കാരനായ ചെറുപ്പക്കാരനാണ് വേടൻ. അദ്ദേഹം റാപ്പ് സംഗീതത്തിലൂടെ തനിക്ക് പറയാനുള്ളതിനെ വരികളാക്കി എഴുതി ശബ്ദിക്കാൻ ഭയപ്പെടുന്നവരുടെ ശബ്ദമായി മാറി വേടൻ. വേദനയുടെ പ്രതീകങ്ങളായ ധാരാളം പാട്ടുകളുണ്ട്, പക്ഷേ പ്രതിഷേധത്തിൻ്റെ പ്രതീകങ്ങളായ പാട്ടുകളാണ് വേടൻ്റേത്. ഇതിലേറ്റവും ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, തന്നെ അവഹേളിക്കാൻ ഉപയോഗിച്ച വാക്കിനെ തൻ്റെ അടയാളവാക്യമായി ഉപയോഗിക്കാൻ ഒരുത്തൻ തീരുമാനിക്കുന്നു. അതിൽ തന്നെ പ്രതിരോധത്തിൻ്റെ തീജ്വാല നമുക്ക് കാണാൻ കഴിയും. അതായത് വേടൻ്റെ അമ്മ ഇപ്പോൾ ഇല്ല. വേടൻ ഒരു ആൽബത്തിൽ വേടൻ്റെ അമ്മയെ വിവരിക്കുന്നത് ഇങ്ങനെയാണ്: എന്നെ പെറ്റല്ലോ കല്ലുപോലൊരുത്തി, അവളെ ജാഫ്നയിൽ നിന്ന് ആരോ തുരത്തി. ജാഫ്ന ശ്രീലങ്കയുടെ തലസ്ഥാനമാണ്. ശ്രീലങ്കയിൽ നിന്നും പലായനം ചെയ്യപ്പെടേണ്ടി വന്ന അഭയാർത്ഥികളിൽ ഒരുവളാണ് തൻ്റെ അമ്മ എന്നും വരികളായി എഴുതി ജനങ്ങൾക്ക് മുന്നിൽ പാടി. ലക്ഷങ്ങൾ ആ വരികൾക്കൊപ്പം താളം പിടിച്ചു. ആ അമ്മയുടെ ഉദരത്തിൽ നിന്നും ഉരുവെടുത്തത് പരുത്തിയല്ലല്ലോ എരിക്കും തീ. ആ തീയാണ് കേരളത്തിൽ പടർന്നു പിടിക്കുന്നത് ഇപ്പോൾ. സാധാരണ റാപ്പ് മ്യൂസിക് പോലെയല്ല വേടൻ്റെ വരികൾ. ഒരു തവണ കേട്ടാൽ വീണ്ടും വീണ്ടും കേൾക്കാൻ തോന്നിക്കുന്ന മാന്ത്രികമായ വരികളാണ് വേടൻ്റേത്. അതുകൊണ്ട് തന്നെയാണ് വേടൻ്റെ വരികൾ പാഠപുസ്തകത്തിൽ ഇടം പിടിച്ചത്. ഒരു വേദിയിൽ വേടൻ യുവതലമുറകളോട് പറഞ്ഞ ഒരു കാര്യമുണ്ട്: വേടൻ്റെ മോശവശങ്ങളിൽ നിങ്ങൾ ഇൻഫ്ലുവൻസ് ആകരുത്. എനിക്കത് പറഞ്ഞു തരാൻ ആരും ഉണ്ടായിരുന്നില്ല, പക്ഷേ ഇന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരാനാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത് എന്ന് ചങ്കൂറ്റത്തോടെ വിളിച്ച് പറയാൻ എത്ര പേർക്ക് കഴിയും? താൻ ചെയ്ത തെറ്റിനെ ന്യായീകരിച്ച് ആരുടെയെങ്കിലും തലയിൽ കൊണ്ടുപോയി ആ തെറ്റ് വയ്ക്കാനാണ് 99% ആളുകളും ശ്രമിക്കുന്നത്. വിരൽ പിടിച്ചൊന്നും നടത്തിയില്ലല്ലോ, തെരുവിൽ ഒറ്റയ്ക്ക് നിൽക്കേണ്ടി വരുന്ന, അനാഥമായി പോകുന്ന ഒരു അവസ്ഥ. അത് മനസ്സിലാക്കണമെങ്കിൽ കണ്ണ് തുറന്ന് കാണണം. കണ്ണ് തുറന്ന്, മനസ്സിൽ മറ്റൊന്നും വിചാരിക്കാതെ കണ്ണ് തുറന്ന് അത് ആ ഒരു അവസ്ഥയെ ഫീൽ ചെയ്യണം. എങ്കിലേ അത് മനസ്സിലാവൂ. അല്ലാത്ത പക്ഷം അത് വെറും ഒരു വരികളായിരിക്കും. പ്രായഭേദമന്യേ കുട്ടികളാവട്ടെ മുതിർന്നവരാവട്ടെ എല്ലാവരും
കൈ പിടിച്ച് വേടനെ ഉയർത്തി. എന്തിനു വേണ്ടി എന്ന ഒരു ചോദ്യത്തിന് ഇവിടെ പ്രസക്തിയില്ല. കാരണം വേടൻ്റെ ഓരോ വരികളും അത്രയും മൂർച്ചയേറിയതാണ്.